ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെ ആദ്യം തന്നെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ആഴ്ചത്തേൽ നമ്മൾ ഈ പറയുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ ഇത്രയും ദിവസങ്ങൾ വരെ പഠിച്ചു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം തന്നെ MCQ ഫോമിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ഒരു റിവിഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് എടുക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം എന്താണ്? ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് 16 നോമിനേഷനുകൾ നേടി മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ ഏതാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ഓർത്തിരിക്കുക. എന്താണത്? ഈ പറയുന്ന ഓസ്കാറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 16 നോമിനേഷനുകൾ നേടിയിട്ട് റെക്കോർഡുകൾ തകർത്ത സിനിമ ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? സിന്നേഴ്സ്, ഡൂൺ പാർട്ട് 2, ഓപ്പൺ ഹൈമർ, അവതാർ, ദ വേ ഓഫ് വാട്ടർ എന്നുള്ളതാണ്. ഏതായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ് നമുക്ക് അറിയാം ഉത്തരം ഏതാണെന്ന് അറിയാം അല്ലേ. ഏതാണത്? നമ്മുടെ സിന്നേഴ്സ് തന്നെയാണ് അല്ലേ. സിന്നേഴ്സ് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്കാറിന്റെ ചരിത്രത്തിൽ 16 നോമിനേഷനുകൾ നേടി മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ എന്ന് പറയുന്നത് സിന്നേഴ്സ് ആണ്. അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ഓസ്കാറിന് നോമിനേഷൻ കിട്ടിയിട്ടുള്ള 14 നോമിനേഷനുകളാണ്. ഇപ്പം ടൈറ്റാനിക്, ലാലാ ലാൻഡ് പോലുള്ള അല്ലേ സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഓസ്കാറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 16 നോമിനേഷനുകൾ നേടി മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ അത് സിന്നേഴ്സ് ആണ്. എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക, സിന്നേഴ്സ്. അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ഇന്ത്യൻ വ്യോമസേന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി അവതരിപ്പിച്ച പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ഏതാണെന്നുള്ളതാണ് അല്ലേ. ഇതാണ് ഇന്ത്യൻ വ്യോമസേന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി അവതരിപ്പിച്ച പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ? ഏതായിരിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന മെയ് ജൂൺ മാസങ്ങളിലായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറുകളിൽ 2025 നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ പേര് തന്നെ ആയിരിക്കും എവിടെ ഇട്ടിട്ടുണ്ടായിരിക്കുക? ഈ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷനിലും ഇട്ടിട്ടുണ്ടായിരിക്കുക. അപ്പം ഇന്ത്യൻ വ്യോമസേന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി അവതരിപ്പിച്ച പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് സിന്ദൂർ ആണ് അല്ലേ. ഏതാണത്? സിന്ദൂർ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് വെച്ച് ഓർത്തിരുന്നൂടെ? ഏതാണത്? സിന്ദൂർ. ഫ്ലൈ പാസ്റ്റ് ഫോർമേഷന്റെ പേര് സിന്ദൂർ. വജ്ര എന്ന് ഓർത്തിരിക്കരുത് അല്ലേ. വജ്ര അല്ല, തൃശൂലല്ല, തേജസ് അല്ല. എന്താണത്? സിന്ദൂറാണ് അല്ലേ. സിന്ദൂറാണ്. അടുത്തൊരു ചോദ്യം ഇതാണ്. കർത്തവ്യ എന്ന AI സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ. കർത്തവ്യ എന്ന AI സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് പഠിച്ചത്? കർത്തവ്യ എന്ന് വെച്ചാൽ എന്താണ്? കർണാടക അല്ലേ. കർത്തവ്യ കർണാടക അങ്ങനെ നമ്മൾ പഠിച്ചതല്ലേ. ഏതാണത്? കർണാടകയാണ് അല്ലേ. കർണാടകയിലാണ് ഈ കർത്തവ്യ AI സെൽഫി അറ്റൻഡൻസ് സംവിധാനം എന്ത് ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം കർത്തവ്യ AI സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം അത് കർണാടകയാണ്. കർത്തവ്യ കർണാടക അല്ലേ. അതിനകത്ത് കർണമുണ്ട് അല്ലേ. കർണാടക കർത്തവ്യ ആണല്ലോ. ആദ്യം എവിടെയാണ്? ആദ്യം ഈ പറയുന്ന രീതിയിൽ ആരോഗ്യ മേഖലയായിരുന്നു അല്ലേ. ആരോഗ്യ മേഖലയിലാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം വരുന്നത് അല്ലെ. ആദ്യം ആരോഗ്യ മേഖലയെ കൊണ്ടുവന്നു. അത് വിജയിച്ചതിന് ശേഷം എവിടേക്കും കൊണ്ടുവന്നു? പറയുന്ന സർക്കാർ സെൽഫി അറ്റൻഡൻസ് സംവിധാനം എന്ത് ചെയ്തു? ബാക്കി പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പൊ കർത്തവ്യ AI സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണത്? കർണാടകയാണ്. ഓർത്തിരിക്കുക, കർണാടക. കർത്തവ്യ കർണാടക അല്ലെ. കറുണ്ട്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കിയാം. അടുത്ത എന്താണ്? നാഷണൽ അല്ലെ NBAGR രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശുവിനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ പറയുന്ന NBAGR നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ് പറയുന്ന? നാഷണൽ അല്ലെ ഈ പറയുന്ന ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സ് എന്നുള്ളതല്ലേ. റിസോഴ്സ് എന്നുള്ളതാണെന്ന് പറയുന്നത് ഈ പറയുന്ന NBAGR എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സ് എന്നുള്ളതാണ് NBAGR എന്ന് പറയുന്നത്. അപ്പൊ അവർ രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശുവിനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതായിരുന്നു അല്ലേ. നമ്മൾ പഠിച്ചതും കൂടിയാണ്. എങ്ങനെ പഠിച്ചത്? ഈ പറയുന്ന ഫ്രൈസിന്റെ ഒക്കെ എന്താണ് ഒരു ക്രോസ് ബ്രീഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ജേഴ്സിയുടെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് ആയിരുന്നു ഈ പറയുന്ന പശുവിനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണത്?
ഈ പറയുന്ന കരൺ ഫ്രൈസും വൃന്ദാവനി എന്നുള്ളതാണ് അല്ലേ. കരൺ ഫ്രൈസും വൃന്ദാവനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. കരൺ ഫ്രൈസും വൃന്ദാവനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആണല്ലോ. ഈ കരൺ ഫ്രൈസിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഹരിയാനയിലാണ് അല്ലേ. എവിടെയാണ്? ഹരിയാന അല്ലെ. ഹരിയാനയിലാണ് കരൺ ഫ്രൈസിനെ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. വൃന്ദാവനിയെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് അല്ലെ. ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ വൃന്ദാവനെ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അതേപോലെ തന്നെ അവിഷാൻ എന്ന് പറയുന്ന ഒരു ആടിനെ എന്ത് ചെയ്തിരുന്നു രാജസ്ഥാനിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. രാജസ്ഥാനിലും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അവിഷാൻ എന്ന് പറഞ്ഞ ആടിനെ എന്ത് ചെയ്തിരുന്നു രാജസ്ഥാനിലും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം NBAGR അതായത് നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സസ് രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാലുൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശുവിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കരൺ ഫ്രൈസ്, മറ്റൊന്ന് വൃന്ദാവനിയുമാണ്. ഒന്ന് കരൺ ഫ്രൈസ്, മറ്റൊന്ന് വൃന്ദാവനിയുമാണ്. കരൺ ഫ്രൈസ് എന്നാണ്. കരൺ ഫ്രൈസ് എന്ന് പറയുമ്പോൾ ഹരിയാന, വൃന്ദാവനം എവിടെയാണ്? ഉത്തർപ്രദേശ് അല്ലെ. എവിടെയാണ്? ഉത്തർപ്രദേശ്. അതുപോലെ അവിഷാൻ എന്ന് പറയുന്ന ഒരു ആടുണ്ട്. ഏതാണത്? അത് രാജസ്ഥാനിലുമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അടുത്തത്, കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് സമ്മർദ്ദരഹിത പഠനാന്തരീക്ഷം ഒരുക്കുന്ന പദ്ധതി അല്ലെ. എന്താണത്? ഈ പറയുന്ന കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് സമ്മർദ്ദരഹിത പഠനാന്തരീക്ഷം ഒരുക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നുള്ളതാണ്. ഏതാണത്? സൗഹൃദം, സ്നേഹം, ബാലസഖി, ഹർഷം. ഏതായിരിക്കാം വരുന്നത്? ഓക്കെ, ഏത് വരുമായിരിക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണത്? സൗഹൃദം എന്നുള്ളതാണ് അല്ലേ. ഏതാണത്? സൗഹൃദം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ജിമെയിൽ AI ഉപയോഗിച്ച് ഇമെയിലുകൾ തയ്യാറാക്കുന്ന പുതിയ ഫീച്ചർ അല്ലെ. ജിമെയിലിൽ AI ഉപയോഗിച്ച് ഇമെയിലുകൾ തയ്യാറാക്കുന്ന പുതിയ ഫീച്ചറിന്റെ പേരെന്താണെന്നുള്ളതായിരുന്നു. എന്തായിരുന്നു അത്? ഏതായിരുന്നു അതിന്റെ പേര്? ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ള അല്ലെ. എന്നെ എഴുതാൻ സഹായിക്കൂ അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നെ എഴുതാൻ സഹായിക്കുന്ന ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ളതായിരുന്നു അല്ലെ. ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ജിമെയിലിൽ AI ഉപയോഗിച്ച് ഇമെയിലുകൾ തയ്യാറാക്കുന്ന പുതിയ ഫീച്ചർ അത് ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ളതാണ്. എന്താണ്? ഹെൽപ്പ് മീ റൈറ്റ്. ഓക്കെ അല്ലേ. അടുത്തത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് കേട്ടോ ഇത്. നോക്കിയേ, എന്താണത്? പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയൻ ആരാണെന്നുള്ളതാണ്. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയൻ ആരാണെന്നുള്ളതാണ് 7ാമത്തെ ചോദ്യം. അപ്പൊ നോക്കിയേ, VS അച്യുതാനന്ദൻ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, MT വാസുദേവൻ നായർ. ആരായിരിക്കാം? VS അച്യുതാനന്ദനാണ് അല്ലേ. നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവിടെ. ആരാണത്? VS അച്യുതാനന്ദൻ തന്നെയാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയ എന്ന് പറയുന്നത്. എന്നാണ്? വർഷമാണ് നൽകണം അല്ലേ. വർഷമാണ് നൽകണം 2026 അല്ലേ. 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയൻ അത് VS അച്യുതാനന്ദനാണ്. 2025 ലഭിച്ചത് ആർക്കാണത്? MT വാസുദേവൻ നായർക്കുമാണ് അല്ലേ. MT വാസുദേവൻ നായർക്കുമാണ്. അതേപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളിക്കും നമ്മുടെ മമ്മൂട്ടിക്കും എന്താണ് ലഭിച്ചത്? പത്മശ്രീയാണ് ലഭിച്ചത് അല്ലേ. പത്മശ്രീയാണ് എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പത്മശ്രീ അല്ലേ. അപ്പം VS അച്യുതാനന്ദൻ എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ചു അല്ലെ. എന്താണ്? പത്മവിഭൂഷൺ ലഭിച്ചു എന്നുള്ളതാണ്. ഓക്കെ, പത്മശ്രീ അല്ലേ, പത്മഭൂഷൺ അല്ലേ ലഭിച്ചത്? പത്മശ്രീ അല്ലേ, പത്മഭൂഷൺ അല്ലേ. പത്മവിഭൂഷൺ പത്മഭൂഷൺ, പത്മശ്രീ അല്ല പത്മഭൂഷണാണ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം പത്മഭൂഷൺ ലഭിക്കുന്ന ആർക്കൊക്കെയാണ്? മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ്. പത്മവിഭൂഷൺ ലഭിക്കുന്നത് VS അച്യുതാനന്ദനൊക്കെയാണ്. VS അച്യുതാനന്ദനാണ്. 2025 MT വാസുദേവൻ നായർ. ഓക്കെ അല്ലേ. അടുത്തത് എന്താണ്? രാഷ്ട്രപതി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ക്ലാസിക്കൽ ഭാഷാ ലൈബ്രറി ഏതാണെന്നുള്ളതാണ് അല്ലേ. രാഷ്ട്രപതി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ക്ലാസിക്കൽ ഭാഷാ ലൈബ്രറി ഏതാണെന്നുള്ളതാണ്. ജ്ഞാനപീഠം, സംസ്കൃത സദന, ഭാരതീയ വിദ്യാലയം, ഗ്രന്ഥകുടീർ എന്നുള്ളതാണ്. ഏതായിരിക്കാം? നമുക്കറിയാം ഏതാണത്? ഗ്രന്ഥകുടീർ എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രന്ഥകുടീരം എന്ന് ഓർത്തിരിക്കണമെന്ന് അല്ലേ. ഗ്രന്ഥകുടീർ. അപ്പം 11 ക്ലാസിക്കൽ ഭാഷകൾ ഏതെല്ലാമാണ് എന്ന് പറഞ്ഞതാണ്. 11 ക്ലാസിക്കൽ ഭാഷകൾ. 1 തമിഴ്, 2 തെലുങ്ക്, 3 സാൻസ്ക്രിറ്റ് അല്ലേ. സാൻസ്ക്രിറ്റ്, 4 കന്നഡ, 5 മലയാളം, 6 ഒഡിയ പറഞ്ഞോ, 7 മറാത്തി അല്ലേ. 7 മറാത്തി, 8 ആസാമി അല്ലേ. ആസാമീസ്, 9 ബംഗാളി. അതൊരിക്കലും ഒഴിച്ചുവിടാൻ പറ്റത്തില്ല അല്ലേ. ബംഗാളി,
10 പ്രാകൃത്, 11 പാലി, ബുദ്ധൻ്റെയൊക്കെ ഭാഷ പാലി. അങ്ങനെ 11 ക്ലാസിക്കൽ ഭാഷകളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പം അതിനകത്ത് ഈ വട്ടം ഈ രാഷ്ട്രപതി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ക്ലാസിക്കൽ ഭാഷ ലൈബ്രറി അത് ഗ്രന്ഥ കുടീറാണ് അല്ലേ. ഏതാണത്? ഗ്രന്ഥ കുടീറാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് മൈക്രോബിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് മൈക്രോബിനെ എന്താണ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ഗുജറാത്ത്, കേരളം, തമിഴ്നാട്, കർണാടക. നമ്മൾ പഠിച്ചതാണ്. ഏതാണത്? കേരളമാണ് അല്ലെ. ഏതാണത്? കേരളമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സിയോമാണ് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് മൈക്രോബിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം അത് കേരളമാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഏതാണത്? കേരളമാണ് അല്ലെ. ഈ പറയുന്ന ബാസിലസ് സബ്ടൈൽസ് അല്ലെ. സബ്ടൈലസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ യഥാർത്ഥ പേര്. ബാസിലസ് സബ്ടൈലസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ യഥാർത്ഥ പേര്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് മൈക്രോബിനെ എന്താണ് പ്രഖ്യാപിച്ച സംസ്ഥാനം അത് കേരളമാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് സ്റ്റേറ്റ് മൈക്രോബ് ഉണ്ട് അല്ലെ. ഇന്ത്യക്ക് സ്വന്തമായിട്ട് സ്റ്റേറ്റ് മൈക്രോബ് ഉണ്ട്. എന്താണത്? ലാക്ടോബാസിലസ് ഡെൽബ്രക്കൈ സബ്സ്പീഷ്യസ് ബൾഗാരിക്കസ് എന്നുള്ളതാണ്. ലാക്ടോബാസിലസ് ഡെൽബ്രക്കൈ സബ്സ്പീഷ്യസ് ബൾഗാരിക്കസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ ദേശീയ മൈക്രോബ് എന്ന് പറയുന്നത്. ഈ പാലിലും ചീസിലും അല്ലെങ്കിൽ പറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കാണപ്പെടുന്ന ഒന്നാണിത് അല്ലേ. ഓക്കെ അല്ലേ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് മൈക്രോബിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം അത് കേരളമാണ്. നമ്മുടെ സ്റ്റേറ്റ് മൈക്രോബിന്റെ പേര് ബാസിലസ് സബ്ടൈൽസ് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ സ്റ്റേറ്റ് മൈക്രോബിനെ കൂടെ ഓർത്തിരിക്കുക. അതിന്റെ പേര് ലാക്ടോബാസിലസ് ഡെൽബ്രക്കൈ സബ്സ്പീഷ്യസ് ബൾഗാരിക്കസ് എന്നുള്ളതാണ്. ഓക്കെ. ഇത് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ പേര് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ 3D കമ്പ്യൂട്ടർ ഗെയിം ഏതാണെന്നുള്ളതാണ് അല്ലെ. കേരളത്തിൽ തന്നെ ആദ്യത്തെ 3D കമ്പ്യൂട്ടർ ഗെയിം ഏതാണെന്നുള്ളതാണ്. ഏതാണത്? തേക്ക് ഐലൻഡ് എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഒരു മലയാളി തനിമയുള്ളത് തേക്കിനാണ്. തേക്ക് ഐലൻഡ് അല്ലേ. കേരളത്തിൽ ആദ്യത്തെ 3D കമ്പ്യൂട്ടർ ഗെയിം ഏതാണത്? തേക്ക് ഐലൻഡ് ആണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ 3D കമ്പ്യൂട്ടർ ഗെയിം ആണ് ഗജനി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗജനി എന്നൊക്കെ അല്ലെ. 2009 മറ്റുമാണ് ഇപ്പം ഗജനി വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ 3D കമ്പ്യൂട്ടർ ഗെയിം എന്ന് പറഞ്ഞാൽ അത് തേക്ക് ഐലൻഡ് ആണ്. ഏതാണത്? തേക്ക് ഐലൻഡ് ആണ്. അടുത്ത എന്താണ്? 70 വയസ്സിന് മുകളിൽ എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ. 70 വയസ്സിന് മുകളിൽ എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ഈ പറഞ്ഞ 70 വയസ്സിന് മുകളിൽ കഴിഞ്ഞവരെല്ലാം ആരാണത്? വയോജനങ്ങളാണ് അല്ലെ. ആരാണത്? വയോജനങ്ങളാണ്. അപ്പം പദ്ധതിയുടെ പേരും അത് തന്നെ ആയിരിക്കും അല്ലേ. വയോജനം. ഏത് വരും? പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി അല്ലെ. ഏതാണത്? പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി എന്നുള്ളതാണ് പദ്ധതി. പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി. വയോജനങ്ങൾ വെച്ച് ഓർത്തിരിക്കുക വയവന്ദന. പിന്നെ ഈ കേന്ദ്രത്തിന്റെ പദ്ധതി ആകുമ്പോൾ എല്ലാത്തിനും ഫ്രണ്ടിൽ എന്ത് കാണും? പ്രധാനമന്ത്രി എന്നുള്ള പേര് കാണും അല്ലെ. പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞ ആവാസ് യോജന എന്നോ അല്ലെ ഈ പറയുന്ന എന്താണ് പിന്നെന്താണ് പ്രധാനമന്ത്രി പറയുന്ന എന്താണ് കിസാൻ സമൃദ്ധി സ്കീമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്കീമുകൾ വരുന്നത് അല്ലേ. അപ്പൊ അത്തരത്തില് പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. എന്താണത്? പ്രധാനമന്ത്രി വയവന്ദന പദ്ധതിയാണ് അല്ലെ. അടുത്തത് ആർട്ടമിസ് ദൗത്യത്തിലെ ചാന്ദ്രയാത്രികർ ആരെല്ലാമാണെന്നുള്ളതാണ് അല്ലെ. ആർട്ടമിസ് ദൗത്യത്തിലെ ചാന്ദ്രയാത്രികർ ആരെല്ലാമാണെന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കണം. ഏറ്റവും നീളത്തിൽ കിടക്കുന്ന പേര് ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലേ. ഏറ്റവും നീളത്തിൽ കിടക്കുന്ന പേര് ഏതാണെന്ന് നോക്കിയാൽ മതി. ഏതാണത്? റീഡ് വൈസ്മാന, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക് അല്ലെ. റീഡ് വൈസ്മാന, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക് എന്നിവർ നാസയിൽ നിന്നും ഇത്രയും പേര് നാസയിൽ നിന്നും ഈ പറയുന്ന ജെർമി ഹാൻസൺ കനേഡിയൻ സ്പേസ് ഏജൻസിയെ പ്രതിനിധീകരിച്ചുമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലെ. അപ്പൊ ആർട്ടമിസ് ദൗത്യത്തിലെ ചാന്ദ്രയാത്രികർ റീഡ് വൈസ്മാന്, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക് അല്ലെ. റീഡ് വൈസ്മാന്, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്കും പിന്നെന്താണ് ജെർമി ഹാൻസണും ആണ്. ജെർമി ഹാൻസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചു പഠിച്ചാൽ എന്ത് കിട്ടും? ക്രിസ്റ്റീനയ്ക്ക് വിജയമുണ്ടാകും അല്ലെങ്കിൽ വിക്ടറി ഉണ്ടാകും അല്ലെ. വായിച്ചു പഠിച്ചാൽ റീഡ് ചെയ്ത് പഠിച്ചാൽ എന്താണ് ക്രിസ്റ്റീനയ്ക്ക് എന്തുണ്ടാകും? വിക്ടറി ഉണ്ടാകും അല്ലെ. വിക്ടറി ഉണ്ടാകും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആരെ കിട്ടും? വളരെ ഹാൻഡ്സം ആയിട്ടുള്ള പയ്യനെ എന്ത് ചെയ്യും? അവർക്ക് കിട്ടും എന്നുള്ളതാണ്. വളരെ ഹാൻഡ്സം ആയിട്ടുള്ള ഒരു പയ്യനെ അങ്ങനെ ക്രിസ്റ്റീനയ്ക്ക് കിട്ടും. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. എന്നാണ് വായിച്ചു പഠിച്ചാൽ ക്രിസ്റ്റീനയ്ക്ക് എന്ത് കിട്ടും? വിജയം കിട്ടും. അങ്ങനെ എന്ത് കിട്ടും? അവർക്ക് നല്ല ഹാൻഡ്സം ആയ ഒരു പയ്യനെ എന്ത് ചെയ്യും? കിട്ടും എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. റീഡ് വൈസ്മാന്, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്
ജെറി ഹാൻസൺ എന്നിവരാണ് ആർട്ടമിസ് ദൗത്യത്തിലെ ചാന്ദ്രയാത്രികർ എന്ന് പറയുന്നത്. ആർട്ടമിസ് ദൗത്യത്തിലെ ചാന്ദ്രയാത്രികർ അല്ലേ, യാത്രികർ. അടുത്തത് ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയത് ഏത് പേരിലാണെന്നുള്ളതാണ്. ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയത് ഏത് പേരിലാണെന്നുള്ളതാണ്. ഏതാണത്? നമ്മൾ അന്നേ പറഞ്ഞുള്ളത് വളരെ വിശേഷപ്പെട്ട കുട്ടികളാണ് അവർ അല്ലേ, വളരെ വിശേഷപ്പെട്ട കുട്ടികളാണ് അവർ. അപ്പോൾ അവരുടെ പേരെന്തായിരിക്കും? സവിശേഷ എന്നുള്ളതാണ് അല്ലേ. എന്താണത്? സവിശേഷ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1ാം സ്ഥാനം തിരുവനന്തപുരത്തിനും 2ാം സ്ഥാനം ഇടുക്കിക്കാണ് കിട്ടിയത് അല്ലേ. ഇടുക്കിക്കാണ് എന്ത് ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്ന ഏത് പേരിലാണ്? സവിശേഷ എന്നുള്ള പേരാണ്. വളരെ സവിശേഷമായ കുട്ടികൾക്കുള്ള സവിശേഷമായ സർഗോത്സവം. ഏതാണത്? സവിശേഷ. എല്ലാം സവിശേഷമാണ് അല്ലേ. അടുത്തത്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ഓഫ് കോഴ്സ് ആസാമാണ് അല്ലേ. ഏതാണത്? അസാമാണ് അല്ലേ. ഓർത്തിരിക്കുക, ഏതാണത്? അസാമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത്, വിങ്സ് ഇന്ത്യ 2026 വേദിയാകുന്നത് ഏത് സ്ഥലമാണെന്നുള്ളതാണ് അല്ലേ. വിങ്സ് ഇന്ത്യ 2026 വേദിയാകുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയായിരിക്കാം വിങ്സ് ഇന്ത്യ? വിങ്സ് ഇന്ത്യ ഏതാണ്? ബീഗംപേട്ട് എയർപോർട്ട് അല്ലെ. ഹൈദരാബാദിലെ ഈ പറയുന്ന ബീഗംപേട്ട് എയർപോർട്ടാണ് വിങ്സ് ഇന്ത്യ 2026 വേദിയാകാൻ പോകുന്നത്. അല്ല ഈ പറഞ്ഞ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പറയുന്ന കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻ ഷോയും കൂടിയാണ് ഇപ്പോൾ ബീഗംപേട്ട് എയർപോർട്ടിൽ നടക്കുന്ന വിങ്സ് ഇന്ത്യ 2026 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് വേദിയാകുന്നത് ഹൈദരാബാദിലെ ബീഗംപേട്ട് എയർപോർട്ടാണ്. അതേപോലെ തന്നെ 2025 ഒരു മിലിറ്ററി എക്സസൈസ്, ഒരു ഷോയും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ബാംഗ്ലൂരിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. യഹലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിലാണ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്. യഹലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ. അതുകൂടെ എന്ത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നിരുന്നാലും എന്ത് നോട്ട് ചെയ്ത് വെക്കുക. ബീഗംപേട്ട് എയർപോർട്ട് വിങ്സ് ഇന്ത്യയുടെ വേദി. ഓക്കെ. അടുത്ത എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ സൈനിക ഗതാഗത വിമാനം ഏതാണെന്നുള്ളതാണ് അല്ലേ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ സൈനിക ഗതാഗത വിമാനം ഏതായിരിക്കാം? ഈ തദ്ദേശീയം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യ ആണ്, മേഡ് ഇൻ ഇന്ത്യ അല്ല. മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയാണ്. അതായത് സ്പെയിനിൽ നിന്നും ഈ C295 വിമാനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 10-14 വരുന്ന വിമാനങ്ങൾ ഓൾറെഡി നമുക്ക് അവർ ഡെലിവറി ചെയ്തു. ബാക്കി വരുന്ന ഏകദേശം ഒരു 10-50 വരുന്ന വിമാനങ്ങൾ നിർമ്മിക്കുന്നത് പ്രധാനപ്പെട്ട ടാറ്റയൊക്കെ ചേർന്നുകൊണ്ടാണ് അല്ലെ. ടാറ്റയോട് കൂടി തന്നെ ചേർന്നാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യയിൽ ഈ C295 എന്ത് ചെയ്യുന്നത് വിമാനങ്ങൾ പ്രധാനമായിട്ട് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ സൈനിക ഗതാഗത വിമാനം അത് C295 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. C295 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. C295. അടുത്തത്, എല്ലാ കരാറുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ എന്താണ് ട്രേഡ് ഏതാണെന്നുള്ളതാണ് അല്ലേ. പറയുന്ന എല്ലാ കരാറുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ട്രേഡ് ഏതാണെന്നുള്ളതാണ് അല്ലേ. പറയുന്ന ഫോറിൻ ട്രേഡ് ഏതാണെന്നുള്ളതാണ്. ഫോറിൻ ട്രേഡ് അലയൻസ് ഏതാണെന്നുള്ളതാണ്. ആരുമായിട്ടാണ്? UK മായിട്ടാണോ? UK മായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ആ ട്രേഡിലെ പ്രത്യേകത പറഞ്ഞ സ്വതന്ത്ര വ്യാപാര കരാറായിരുന്നു. അത് സ്വതന്ത്ര വ്യാപാര കരാറാണ് UK മായിട്ട് നടന്നത് അല്ലേ. UAE ആയിട്ട് കരാറുണ്ടായെന്ന് വെച്ചാൽ ഇത് ടാക്സ് റിലാക്സേഷൻ ആയിരുന്നു. UAE ആയിട്ട് ഈ പറഞ്ഞ ടാക്സ് റിലാക്സേഷൻ, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ടാക്സ് റിലാക്സേഷൻ ആണ് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതാണ് ഇപ്പോൾ ഇത്? ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമാണ് അല്ലേ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമാണ്. അപ്പം എല്ലാ കരാറുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് കരാറാണത്? ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ കരാറാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പറയുന്ന കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏത് വരുമായിരിക്കാം? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് അല്ലേ. ഏതാണത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് അല്ലേ. ഏതാണത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാതല ആശുപത്രി അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്ന ജനറൽ ആശുപത്രി ഏതാണത്? എറണാകുളമാണ് അല്ലേ. എറണാകുളമാണ്. ഓക്കെ. അതെന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, 2026 ബാഫ്റ്റയില് ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം ഏതാണെന്നുള്ളതാണ് അല്ലേ.
2026 ബാഫ്റ്റയിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കും അത്? ബൂം എന്നുള്ളതാണ്. ബൂം. ഇവിടെ ഈ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ബൂം ബാങ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ 2026 ബാഫ്റ്റയിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം ഏതാണത്? ബൂങ് ആണ്. ബൂങ്. ഓക്കെ. അത് ഈ പറഞ്ഞ ഫർഹാൻ അക്തർ ആണ് എന്ത് ചെയ്യുന്നത്? ഫർഹാൻ അക്തർ ആണ് നിർമ്മാണം. അതിന്റെ സംവിധാനം ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ ദേവി ആയിരുന്നു അതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. ഇത് ബാഫ്റ്റയിൽ എന്ത് ചെയ്തിരുന്നു? നാമനിർദ്ദേശം ലഭിച്ചു എന്നുള്ളതാണ്. ബാഫ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് അക്കാഡമി ബ്രിട്ടീഷ് അവാർഡ്സ് ഫോർ ഫിലിം ബ്രിട്ടീഷ് അക്കാഡമി ഫോർ ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ് എന്നുള്ളതാണ്. ടെലിവിഷൻ അവാർഡ്സ് എന്നുള്ളതാണ്. ബ്രിട്ടീഷ് അക്കാഡമി ഫോർ ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ്സ് എന്നുള്ളതാണ് ഇപ്പോൾ ബാഫ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ബാഫ്റ്റയിലെ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം അത് ബൂങ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇതാണത് ബൂ. അടുത്തത് ഖസാക്കിന്റെ ഇതിഹാസത്തിലോട് പ്രചോദനമായി പുറത്തിറക്കിയ മലയാളം ഫോണ്ട് ഏതാണെന്നുള്ളതാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്ന് പ്രചോദനമായി പുറത്തിറക്കിയ മലയാളം ഫോണ്ട് ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ത്രസാക്ക് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഖസാക്ക് ത്രസാക്ക് അല്ലേ? ഖസാക്ക് ത്രസാക്ക് ഓർത്തിരിക്കും. ഖസാക്കും ത്രസാക്കും. ഈ പറഞ്ഞ കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ഇത്തരത്തിലൊരു ഫോണ്ട് പുറത്തിറക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഖസാക്കിന്റെ ഇതിഹാസത്തിന് പ്രചോദനമായി പുറത്തിറക്കിയ മലയാളം ഫോണ്ട് ഇത് ത്രസാക്ക് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിലെ ടാബ്ലോയ്ക്ക് ലഭിച്ച സ്ഥാനം എത്രയാണെന്നുള്ളതാണ് അല്ലേ? 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിലെ ടാബ്ലോയ്ക്ക് ലഭിച്ച സ്ഥാനം എത്രയാണത്? 3ാം സ്ഥാനമാണ് അല്ലേ? എത്രയാണത്? 3ാം സ്ഥാനമാണ് എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 2ാം സ്ഥാനത്ത് ജമ്മു, 3ാം സ്ഥാനത്ത് കേരള അല്ലേ? 3ാം സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത് കേരള എത്തുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നുള്ളതാണ്. രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പ്രധാനമായിട്ടും കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് അല്ലേ? ഒരു വിശിഷ്ട വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ മരണ ദിവസമാണ് ഈ പറയുന്ന ജനുവരി 30 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അത് ആരുടെ എന്താണ് ദിനമായിട്ടാണ്, ആര് മരിച്ച ദിവസമാണ് ജനുവരി 30 നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും പറയേണ്ടത്. ഓക്കെ, കാണുന്നവരുടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ആര് കൊന്നു, ഏത് വർഷം കൊന്നു എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ മറക്കാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്തും കൊടുക്കുക. അതേപോലെ തന്നെ കമ്പനി ബോർഡ് എലിജിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കമ്പനി ബോർഡ്, ബെക്കോയ, അതേപോലെ തന്നെ ഈ പറയുന്ന VFAക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASB അക്കാഡമിയിൽ പ്രയാണം എന്നൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞ ബാച്ചിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈഫ് പോസ്റ്റ് റെക്കോർഡ് ക്ലാസ്സുകളും PDF നോട്ടുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഴ്സിലേക്ക് ജോയിൻ ചെയ്തതിനെല്ലാം വേണ്ടി പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടായാലും താഴെ കാണുന്ന നമ്മൾ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ OMR എന്നൊരു പുതിയ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതായത് OMR ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് 10-200-ലധികം വരുന്ന OMR പറ്റും ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന OMR ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് OMR ചെയ്ത് പഠിക്കേണ്ട ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. വളരെ തുച്ഛമായ രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വീടുകളിൽ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും ഈ OMR ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ വേണ്ടവരാണെങ്കിൽ നമ്മുടെ ASB അക്കാഡമിയിൽ ഇതിനുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടത് കരുതിയാണ് നിങ്ങളുടെ ഈ പറയുന്ന വിലയേറിയ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.